സന്ധിയില്ലാ സമരവുമായി ആശമാർ മുന്നോട്ട്. രാപ്പകൽ സമരം 48 ദിവസം പിന്നിട്ടു. നിരാഹാര സമരം തുടങ്ങി ഇന്ന് 10ാം നാൾ. തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുമെന്ന് ആശാപ്രവർത്തകർ. സൂര്യഗായത്രി, പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ആശാപ്രവർത്തകർ. ഇന്ന് നിരാഹാര സമരം 10ാം ദിവസമാണ്. തിങ്കളാഴ്ച ഇനി 50ാം ദിവസം മുടിമുറിച്ചുള്ള പ്രതിഷേധമാണല്ലേ? തീർച്ചയായിട്ടും നിരാഹാര സമരം കിടന്നിട്ടും സർക്കാർ തങ്ങൾ ഉന്നയിക്കുന്ന മറ്റ് ആവശ്യങ്ങളിൽ ഒരു തീരുമാനവും എടുക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും ശക്തമായ പ്രതിഷേധത്തിലേക്ക് ആശാപ്രവർത്തകർ കടക്കുന്നത്. ഇന്നലെയാണ് പുതിയ പ്രതിഷേധ രീതി അതവർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് രാപ്പകൽ സമരം തുടങ്ങിയ 50ാമത്തെ ദിവസം തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കും എന്നുള്ളതാണ് ആശാപ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. നിരാഹാര സമരം 10 ദിവസത്തോളം എത്തുന്നു. ഈ 10 ദിവസം നിരാഹാരം കിടന്നിട്ടും ആശാപ്രവർത്തകരുടെ ആരോഗ്യനില ഉൾപ്പെടെ വഷളായി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം എത്തിയിട്ടും സർക്കാരും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യവകുപ്പ് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നില്ല, ഒരു മറുപടി പറയുന്നില്ല. അതിന്റെ സാഹചര്യത്താൽ തന്നെയാണ് വീണ്ടും സമരം തുടരാനും അത് അതിശക്തമായ സമര പരിപാടിയിലേക്ക് കടക്കാനും ആശാപ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഉന്നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങളിൽ സർക്കാർ മറുപടി പറഞ്ഞില്ല എങ്കിൽ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് ആശാപ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല, പക്ഷേ എത്തരത്തിൽ സർക്കാരിനെ കൊണ്ടൊരു അനുകൂല തീരുമാനം എടുപ്പിക്കും എന്ന തരത്തിൽ ഉള്ള വലിയ പ്രതിഷേധ പരിപാടികളിലേക്കാണ് ആശാപ്രവർത്തകർ കടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരാഹാരം കിടന്നിരുന്ന പല ആശാപ്രവർത്തകരുടെയും ആരോഗ്യനില വഷളാവുകയും അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും പകരം നിരാഹാര സമരം ഏറ്റെടുത്ത മറ്റ് ആശാപ്രവർത്തകർ സമരവേദിയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിരാഹാര സമരമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടങ്ങുന്ന സമയത്ത് അവരെ വന്ന് കാണേണ്ട, അവരുടെ ആരോഗ്യനില പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമൊക്കെ ആരോഗ്യ വകുപ്പിനുള്ളതാണ്. പക്ഷേ ഈ ആരോഗ്യ പ്രവർത്തകരുടെ കാര്യത്തിൽ അതിലും ഒരു നിസ്സംഗത ആരോഗ്യ വകുപ്പ് പുലർത്തുന്നു എന്നുള്ള പരാതി ആശാപ്രവർത്തകർ നിരാഹാര സമരം തുടങ്ങിയ സമയം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ പോലും ആരോഗ്യ വകുപ്പ് ഒരു ശ്രദ്ധ ചെലുത്തുന്നില്ല. പൂർണ്ണമായിട്ടും ആശാപ്രവർത്തകരെ മാറ്റി നിർത്തുന്ന, അവഗണിക്കുന്ന നിലപാട് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ സ്വീകരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകയെ നിരാഹാര സമരം ചെയ്തിരുന്ന ആശാപ്രവർത്തകയെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമരം ചെയ്യുന്നവർക്കൊപ്പമുണ്ട് പോലീസ് എന്നുള്ളതാണ്. പക്ഷേ ഇതിനിടയിൽ ഈ ആശുപത്രിയിലേക്ക് അടക്കം ആശാപ്രവർത്തകരെ മാറ്റുന്നതിന് നേതൃത്വം നൽകിയത് അത് അവരുടെ കൂടെയുള്ള സമരം ചെയ്യുന്ന വ്യക്തികൾ തന്നെയായിരുന്നു. അവരുടെ ആരോഗ്യ നില പരിശോധിക്കുന്നതും ആശാപ്രവർത്തകർ തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതിലൊരു ഇടപെടൽ പോലീസ് തന്നെ നടത്തിയത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അടിസ്ഥാന ആവശ്യമായ ഓണറേറിയം വർധനവിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് വരെ അതിശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. അതിനിടയിൽ തന്നെ ഇപ്പോഴും പരസ്പരം പോരടിക്കുകയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആശാപ്രവർത്തകരുടെ സമരത്തിനൊപ്പമാണ് തങ്ങൾ എന്നുള്ളതാണ്. അവർ നിലവിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അതിന് സംസ്ഥാന സർക്കാർ ഒരു പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞാൽ കേന്ദ്രം ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നത് പരിശോധിക്കാം എന്നുള്ളതാണ് BJP നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ പറയുന്നത് നേരെ തിരിച്ചാണ്. അതായത് കേന്ദ്രം നൽകാനുള്ളത് കൃത്യമായിട്ട് നൽകിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിന് ഇനി എന്ത് ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ചെയ്യാൻ കഴിയും കൂടുതൽ എന്നുള്ളത് പരിശോധിക്കാം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരും പറയുന്നത്. അത്തരത്തിൽ അവർ തമ്മിൽ ഒരു തീരുമാനത്തിൽ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് അവിടെ നിൽക്കുമ്പോഴും ഒരു വശത്ത് നിൽക്കുമ്പോഴും ആശാപ്രവർത്തകരുടെ സമരത്തെ മറ്റൊരു തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ മറ്റൊരു വശത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനം അത് ആശാപ്രവർത്തകർ എടുത്തിരിക്കുന്നതും അത് തുടരുന്നതും. സമരത്തിൽ നിന്ന് ഒരു കാരണവശാലും ഈ ആവശ്യങ്ങൾക്ക് അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ആശാപ്രവർത്തകർ ഉറച്ചു നിൽക്കുന്നു എന്നത് മാത്രമല്ല, തലസ്ഥാനത്ത് മാത്രമല്ല മറ്റ് ജില്ലകളിലേക്കും സമരം വ്യാപിപ്പിക്കാനും സെക്രട്ടേറിയറ്റിൽ തുടരുന്ന രാപ്പകൽ സമരത്തിനിടയിൽ തന്നെ മറ്റ് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതിൽ അടുത്ത ഘട്ട സമരം എന്ന് പറയുന്നത് മുടിമുറിച്ചുള്ള പ്രതിഷേധമാണ്. അത് തിങ്കളാഴ്ച 50 ദിവസം രാപ്പകൽ സമരം പൂർത്തിയാക്കുന്ന ദിവസം ആശാപ്രവർത്തകർ മുടിമുറിച്ചവരുടെ പ്രതിഷേധം വീണ്ടും കൂടുതൽ ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
തീർച്ചയായും സൂര്യഗായത്രി, സന്ധിയില്ലാ സമരം തന്നെയാണ് സർക്കാരിന്റെ പ്രതികാര നടപടിയാണ്. ഈ സമരമിരിക്കുന്ന പല ആശാപ്രവർത്തകർക്കും ഫെബ്രുവരി മാസത്തെ ശമ്പളവും ഓണറേറിയവും അടക്കം ലഭിച്ചിട്ടില്ല എന്ന കാര്യമടക്കം ആശാപ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം അവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരത്തിൽ പങ്കെടുത്തു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പല ആശാപ്രവർത്തകർക്ക് നേരെയും പ്രതികാര നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ അടക്കം നിയോഗിച്ചുകൊണ്ടുള്ള നടപടികളൊക്കെ തന്നെ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിൽ ഒന്നും പതറാതെയാണ് ആശാപ്രവർത്തകർ അവരുടെ സമരവുമായി മുന്നോട്ട് പോകുന്നത്. കാരണം അവർ നിലവിൽ അവർ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളിൽ മറ്റാവശ്യങ്ങളൊക്കെ തന്നെ സർക്കാർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ, അത് അടിസ്ഥാന കൂലി വർധനവാണ്. അതിലടക്കം ഒരു തീരുമാനം സർക്കാർ എടുക്കാത്തതിനാലാണ് വീണ്ടും ആശാപ്രവർത്തകർ സമരം തുടരുന്നത്. അതിനിടയിൽ തന്നെ അവർക്ക് എതിരെയുള്ള ഭീഷണികളും പ്രതിഷേധങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ തന്നെ ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ആരോഗ്യ വകുപ്പും പറയുന്നത് അവരുടെ ഓണറേറിയത്തിലടക്കം ഒരു വർധനവ് ഉണ്ടാകേണ്ടതാണ്. അത് തന്നെയാണ് തങ്ങളുടെയും നിലപാട്. പക്ഷെ അതിനുള്ള സാമ്പത്തിക സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. UDF ആയാലും അതുപോലെ തന്നെ BJP അടക്കമുള്ളവരും ആശാപ്രവർത്തകരുടെ സമരത്തിന് ഒപ്പമാണ് തങ്ങൾ. അവർ എത്ര നാൾ സമരം തുടർന്നാലും അതിനൊപ്പം തങ്ങൾ നിൽക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായാൽ മാത്രമേ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ പൂർണ്ണമായിട്ടും അവർക്കൊരു ആശ്വാസം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻസെന്റീവ് ഉൾപ്പെടെയുള്ളവയിൽ വർധനവ് വരുത്തേണ്ടത് കേന്ദ്ര സർക്കാർ ആണെങ്കിൽ നിലവിലവർ ഉന്നയിക്കുന്ന ഓണറേറിയത്തിൽ ഉൾപ്പെടെ ഒരു വർധനവ് വരുത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഞങ്ങളും വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്പരം പറഞ്ഞുകൊണ്ട് ഒരു സൈഡിൽ മാറിയിരിക്കുമ്പോഴും തങ്ങളുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു ആശാപ്രവർത്തകർ എന്നുള്ളതാണ്. ഈ രാപ്പകൽ സമരം നടത്തി 10ാമത്തെ ദിവസവും ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് കടുത്ത പ്രതിഷേധ പരിപാടികളിലേക്ക് ആശാപ്രവർത്തകർ നീങ്ങുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.